തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് താരസുന്ദരി ദാസിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകവേദിയിലെ വിനോദിനി ദാസിയെപ്പോലെ തന്നെ മറ്റൊരു പ്രശസ്തയായ, ബംഗാളിൽ അക്കാലത്തേറെ പ്രശസ്തി നേടിയ നടി താരസുന്ദരി ദാസി ബ്രഹ്മാൻ സ്വാമിയെ കണ്ടതും വരെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. ബ്രഹ്മാൻ സ്വാമിയെ കണ്ടതു മുതൽ താരയുടെ ജീവിതത്തിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെയാണ് ആധ്യാത്മികമായ ഒരു തലത്തിലേക്ക് താരസുന്ദരി ആ മനോനില കൈവരാനുള്ള ഒരു കാരണം ബ്രഹ്മാൻ സ്വാമിയുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയാണ്. ബ്രഹ്മാൻ സ്വാമി ഇവരുടെ നാടക ജീവിതത്തെ എങ്ങനെ ഈശ്വരോന്മുഖമാക്കി മാറ്റാം എന്ന് ഉപദേശിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. നമ്മുടെ ഔദ്യോഗിക തലം എന്തുമാകട്ടെ, നമ്മളൊരു എൻജിനീയറാകട്ടെ, ഡോക്ടറാകട്ടെ, അല്ലെങ്കിൽ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകട്ടെ, അല്ലെങ്കിൽ IAS ഒക്കെ ലഭിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഉന്നത തലത്തിൽ ചില സ്ഥാനങ്ങൾ കൈവരിക്കുന്നവരാകട്ടെ, രാഷ്ട്രീയത്തിലൂടെ വന്ന് മന്ത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനങ്ങളിൽ എത്തുന്നവരാവട്ടെ, ആരുമാകട്ടെ, നമ്മുടെ പ്രൊഫഷൻ ഏതുമാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ വ്യാപരിക്കുന്ന മേഖല ഏതുമായിക്കൊള്ളട്ടെ, ആ മേഖലയിൽ നിന്നുകൊണ്ട് നമുക്കെങ്ങനെ ആ മേഖലയുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഈശ്വരോന്മുഖമായി ജീവിക്കാമെന്നുള്ളതാണ് ശ്രീരാമകൃഷ്ണദേവനും അദ്ദേഹത്തിൻ്റെ സന്യസ്ത ശിഷ്യന്മാരുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വാമിജിയും ബ്രഹ്മാൻ സ്വാമിയും അങ്ങനെ എല്ലാവരും. ഇപ്പോൾ ബ്രഹ്മാൻ സ്വാമി താരസുന്ദരി ദാസി എന്ന നടിയെ, അവരുടെ ആ നാടക പശ്ചാത്തലത്തെ എങ്ങനെ ഈശ്വരോന്മുഖമാക്കാം എന്ന് അതിനുള്ള പരിശീലനമാണ് അവർക്ക് നൽകിയത്. അത് അവരെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഞാനിതാ പരിശീലനം നൽകാൻ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കും, അങ്ങനെയൊന്നുമല്ല. അവരെ വിളിച്ചിരുത്തി ക്ലാസ് കൊടുത്തിട്ടൊന്നുമല്ല. ബ്രഹ്മാൻ സ്വാമി വളരെ ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് നമുക്കത് മനസ്സിലാക്കാം ആ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ. പിന്നീട് എന്താണ് ബ്രഹ്മാൻ സ്വാമി, അത് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മാൻ സ്വാമി താരസുന്ദരി ദാസിയുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ബ്രഹ്മാൻ സ്വാമി താരസുന്ദരി ദാസിയുടെ പാർട്ട്ണർ, അവരുടെ ജീവിത പങ്കാളി അപരീഷ്, നമ്മൾ നേരത്തെ താരസുന്ദരിയുടെ കഥ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അപരീഷുമായിട്ടാണ് അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്. അപരീഷിലാണ്. അങ്ങനെ അവരൊരുമിച്ചാണ്. അദ്ദേഹം നാടകത്തിൽ സംവിധായകനും എഴുത്തുകാരനും അഭിനേതാവുമാണ്, മികച്ച അഭിനേതാവും ഒക്കെയാണ്. അത് ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക മേഖലയിൽ തന്നെയാണ് അദ്ദേഹവും അപരീഷും ഉണ്ടായിരുന്നത്. അങ്ങനെ അപരീഷിനെ വരാൻ പറഞ്ഞു. എന്നിട്ട് അപരീഷ് വന്നപ്പോൾ ബ്രഹ്മാൻ സ്വാമി പറഞ്ഞു, രാമാനുജൻ്റെ കഥയെ ആസ്പദമാക്കിയൊരു നാടകം തയ്യാറാക്കണം എന്ന്. രാമാനുജൻ എന്ന് പറഞ്ഞാൽ 10ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി വര്യനാണ്. രാമാനുജ ആചാര്യ അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കാത്തയാളാണ് ഈ രാമാനുജ ആചാര്യ. ഇപ്പം നമ്മളിവിടെ ശങ്കരാചാര്യർ എന്നൊക്കെ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ
ആ നിലയ്ക്ക് ഒരു ഈശ്വരീയ ഭാവത്തിൽ ഉള്ള വലിയൊരു സന്യാസി വര്യനാണ് രാമാനുജാചാര്യ, ശങ്കരാചാര്യരെ പോലെ. അപ്പം തമിഴിലെ ആഴ്വാർ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിരുന്നു. ഇപ്പോൾ ശങ്കരാചാര്യരുടെ വരുമ്പോൾ ശൈവ വൈഷ്ണവ ഇതിൽ ശൈവ, അതായത് അദ്ദേഹം ആ തരത്തിലാണ് ശങ്കരാചാര്യരുടെ ഒരു ഇത് വരുന്നത്. ഇവിടെ ആഴ്വാർ, അതായത് പൂർണ്ണമായി തമിഴ് ഇതിൽ ആഴ്വാർ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിരുന്നു, വൈഷ്ണവ പാരമ്പര്യമായിരുന്നു. അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ശങ്കരാചാര്യർ നേരെ തിരിച്ചാണ്. അദ്വൈത സിദ്ധാന്തം, അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന ആളാണ്. അതേസമയം ആഴ്വാർ പാരമ്പര്യത്തിൽ പിന്തുടർച്ചക്കാരനായിരുന്ന രാമാനുജാചാര്യ ദ്വൈത സിദ്ധാന്തം, അതായത് വൈഷ്ണവ പാരമ്പര്യം തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ ശൈവ പാരമ്പര്യം അല്ലെങ്കിൽ വൈഷ്ണവ പാരമ്പര്യം, അങ്ങനെ ആ പാരമ്പര്യത്തിൻ്റെ ആ വ്യത്യാസത്തിൽ വൈഷ്ണവ പാരമ്പര്യം തന്നെ ഉൾക്കൊള്ളുന്ന ആളായിരുന്നു രാമാനുജ ആചാര്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രാമാനുജാചാര്യയുടെ ജീവിത കഥയാണ് നാടകമാക്കണം എന്ന് ബ്രഹ്മാനന്ദ സ്വാമി ഇവിടെ താരസുന്ദരി ദാസിയുടെ ജീവിത പങ്കാളി അപരീഷിനോട് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1916 താരസുന്ദരി ദാസി ബ്രഹ്മാനന്ദ സ്വാമിയെ കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു അത് 1916. അപ്പോൾ ഞാൻ ഈ തീയതി പറയാൻ കാരണം 1916 എന്ന് പറയുമ്പോൾ 1915 കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിനുള്ള ഏതാണ്ട് സമ്പൂർണമായ അവസ്ഥയിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ അടിത്തറ പാകിക്കഴിഞ്ഞു കേരളത്തിൽ. 1915 തന്നെ അത് പൂർത്തിയായി. കാരണം ഹരിപ്പാട്ട്, തിരുവല്ല, അങ്ങനെ തുടങ്ങി, പിന്നെ തിരുവനന്തപുരം തുടങ്ങി അങ്ങ് മലബാർ സൈഡിലൊക്കെ അതിൻ്റെ അടിത്തറ പാകിക്കഴിഞ്ഞു. പിന്നീട് പലയിടത്തും ആശ്രമങ്ങൾ വരുന്നത് പിന്നെയും കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടാണ്. എങ്കിലും 1915 നിർമ്മലാനന്ദ സ്വാമി ഈ കേരളത്തിലൊട്ടാകെ സഞ്ചരിച്ചു. കേരളം എന്ന് പറയാൻ പറ്റില്ല, തിരുവിതാംകൂറിലും തിരുക്കൊച്ചി അങ്ങനെയുള്ള എല്ലാ മേഖലകളും മലബാറിലുമൊക്കെ സഞ്ചരിച്ച് ഇന്ന് മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടെയെല്ലാം മലബാർ, അപ്പോൾ ആ മലബാറിലുമൊക്കെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം കൊയിലാണ്ടിയിലും ഒക്കെ എല്ലായിടത്തും, അത് നമ്മൾ നേരത്തെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആ ചരിത്രം വിശദീകരിക്കുന്ന ഇതിൽ നമ്മളിതെല്ലാം കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇതിനെ കേൾക്കാത്തവർക്ക് അത് ഇതിനകം നമ്മളത് ഇവിടെ യൂട്യൂബിലുണ്ട്. നമ്മളത് ആ കാര്യങ്ങൾ പറഞ്ഞതിനെ സംബന്ധിക്കുന്ന പൂർണ്ണ കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും ഇവിടെ 1916 താരസുന്ദരി ദാസി ബ്രഹ്മാനന്ദ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാനന്ദ സ്വാമിയെ കാണുന്നു എന്നുള്ള ആ ഒരു ഘട്ടത്തെ ഇതുമായിട്ടൊന്ന്, നമ്മുടെ കേരളവുമായിട്ടൊന്ന് ഞാൻ വെറുതെ താരതമ്യം ചെയ്തു എന്ന് മാത്രം. അപ്പോൾ കേരളത്തിൽ ആ സമയത്തായപ്പോഴേക്കും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട്, കേരളവുമായി ബന്ധപ്പെടുത്തി ഇത് പറയാൻ ഒരു കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. താരസുന്ദരി ദാസിയോട് ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞല്ലോ ഈ രാമാനുജാചാര്യയുടെ കഥ നാടകമാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാനൊരു കാരണം, ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ മദ്രാസ് ആശ്രമത്തെക്കുറിച്ചും പറഞ്ഞു. കാരണം കേരളത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് അടിത്തറ പാകാനുള്ള മുഖ്യമായ കാരണം മദ്രാസ് ആശ്രമത്തിൽ അന്ന് ഉണ്ടായിരുന്ന ശ്രീരാമകൃഷ്ണ ദേവൻ്റെ സന്യസ്ത ശിഷ്യന്മാരിൽ പ്രമുഖനായ രാമകൃഷ്ണാനന്ദ സ്വാമി മദ്രാസ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് നമ്മൾ ആ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതും പറഞ്ഞിരുന്നു. കാര്യം മദ്രാസ് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ അവിടെ മദ്രാസിൽ പഠിക്കാൻ പോയപ്പോൾ അവരിൽ കുറേ പേരെങ്കിലും മദ്രാസ് ആശ്രമത്തിൽ പോയി രാമകൃഷ്ണൻ സ്വാമി
നടത്തുന്ന രവിവാര പാഠശാലയിൽ പങ്കെടുത്തതും. അപ്പം അങ്ങനെ അതനുസരിച്ചൊരു രവിവാര പാഠശാലയുടെ ആ ഒരു മോഡലിൽ കേരളത്തിൽ ശ്രീരാമകൃഷ്ണ സംഘങ്ങൾ രൂപീകരിച്ചതും ഒക്കെ ആ ചരിത്രത്തിൽ പറഞ്ഞു. അപ്പോൾ രാമകൃഷ്ണൻ സ്വാമിക്കും കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിനും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ രാമകൃഷ്ണൻ സ്വാമിയുടെ കാര്യം പറയാൻ കാരണം, ഈ രാമകൃഷ്ണൻ സ്വാമി പറഞ്ഞല്ലോ, അദ്ദേഹം മദ്രാസ് ഇതിൻ്റെ ആശ്രമത്തിൻ്റെ മുഖ്യ ചുമതലയിലും ഇരിക്കുകയാണ്. ഇപ്പം തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ പഠിച്ച ആളാണ് അദ്ദേഹം. ബംഗാളിയാണെങ്കിലും രാമകൃഷ്ണൻ സ്വാമി, ശശി മഹാരാജ് എന്ന് നമ്മൾ വചനാമൃതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം തമിഴ്നാട്ടിൽ വന്ന് മദ്രാസിൽ വാസം ഉറപ്പിച്ചപ്പോൾ അവിടുത്തെ ഒരു ആധ്യാത്മിക സംസ്കാരത്തെ പഠിക്കുകയും അത് കൂടുതൽ ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാമാനുജ ആചാര്യയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിരുന്നു. അതുകൊണ്ടാണ് രാമകൃഷ്ണൻ സ്വാമിയുടെ പേര് പറയാൻ കാരണം. അപ്പോൾ രാമകൃഷ്ണൻ സ്വാമിയാണ് രാമാനുജ ആചാര്യയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയത്. അപ്പോൾ ബ്രഹ്മാൻ സ്വാമി അപരീഷിന് എടുത്തു കൊടുത്തത് ഈ പുസ്തകമാണ്. ഈ പുസ്തകത്താണ് രാമാനുജാചാര്യയെക്കുറിച്ചുള്ള കഥയുള്ളത് ഈ പുസ്തകത്തിലാണ്. അതുകൊണ്ട് രാമകൃഷ്ണൻ സ്വാമി എഴുതിയ രാമാനുജ ആചാര്യയെക്കുറിച്ചുള്ള പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നാടകം ചിട്ടപ്പെടുത്താം എന്നാണ് ബ്രഹ്മാൻ സ്വാമി പറഞ്ഞത്. അപ്പോൾ രാമകൃഷ്ണൻ സ്വാമിയുടെ ആ ഒരു ശ്രമത്തെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നാടകത്തെക്കുറിച്ചുള്ള ആലോചന വരുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് വെറുതെ ഈ പുസ്തകം കൊണ്ടുപോയി വായിച്ച് ഇതിനെക്കുറിച്ചൊരു നാടകം എഴുതി കൊണ്ടുപോവാ എന്നൊന്നുമല്ല പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ നോക്കൂ, ബ്രഹ്മാൻ സ്വാമി എത്ര കൃത്യമായിട്ടാണ് ഇതിൻ്റെ പരിശീലനം നൽകുന്നതെന്ന് നോക്കൂ. ഇപ്പോൾ പുസ്തകം കൊടുത്തു വിട്ടിട്ട് നാടകം എഴുതിക്കോ എന്നൊന്നുമല്ല പറഞ്ഞത്. അപ്പോൾ ഉദ്ബോധനിൽ അക്കാലത്ത് അവിടെ കൽക്കട്ടയിൽ ഉദ്ബോധനിലേക്ക് വരണം എല്ലാ ദിവസവും. വന്നിട്ട് ഈ ഗ്രന്ഥം, ഈ രാമാനുജ ആചാര്യയെക്കുറിച്ച് രാമകൃഷ്ണൻ സ്വാമി എഴുതിയ ഈ ഗ്രന്ഥം, അത് ഉദ്ബോധനിലിരുന്ന് ഉറക്ക വായിക്കണം. അങ്ങനെയാണ് ഉദ്ബോധനിലിരുന്ന് അതിൻ്റെ ഓരോ ഭാഗം ഉറക്ക വായിക്കണം. അപ്പോൾ ആരാണ് വായന കേൾക്കുന്നത്? ബ്രഹ്മാൻ സ്വാമിയല്ല, കേൾക്കുന്നത് ശാരദാനന്ദ സ്വാമിയാണ്. ശാരദാനന്ദ സ്വാമിയാണ് ഉദ്ബോധൻ്റെ എല്ലാ ചുമതലയും വഹിക്കുന്നത്. ഉദ്ബോധനിലെ ചുമതലകളൊക്കെ വഹിക്കുന്നത്, പ്രത്യേകിച്ച് ഈ പ്രസിദ്ധീകരണ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശാരദാനന്ദ സ്വാമിയാണല്ലോ. അപ്പോൾ അതിൻ്റെ മാസിക ഇറങ്ങുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ഉദ്ബോധൻ മാസിക ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചുമതല വഹിക്കുകയും പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ശാരദാനന്ദ സ്വാമിയാണ്. ശാരദാനന്ദ സ്വാമിയുടെ രചനയായിട്ടാണ് നമുക്ക് ശ്രീരാമകൃഷ്ണ ലീലാമൃതം നമുക്ക് ലഭ്യമായത്. മലയാളത്തിൽ ശ്രീരാമകൃഷ്ണ ലീലാമൃതം, ഗ്രേറ്റ് മാസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ ഉള്ള ആ പുസ്തകം. അപ്പോൾ ഈ ശാരദാനന്ദ സ്വാമിയുടെ അങ്ങനെ ഈ എഴുത്തിൽ വളരെ പ്രഗത്ഭനാണ് ശാരദാനന്ദ സ്വാമി. അതുകൊണ്ടാണ് ബ്രഹ്മാൻ സ്വാമി ശാരദാനന്ദ സ്വാമിയെ കേൾക്കെ ഉറക്ക വായിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഉദ്ബോധനയിൽ അപരീഷ് എന്നും ചെല്ലും, എന്നിട്ട് ഉറക്ക വായിച്ചിട്ട് നാടകത്തിലേക്ക് ഉപയോഗിക്കാവുന്ന ഭാഗങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തും. മാത്രമല്ല ശാരദാനന്ദ സ്വാമി ഈ അപരീഷിനെ വൈഷ്ണവാദ്വൈതത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ വെറുതെ പോയൊരു നാടകം വായിക്കുകയോ ഒന്നുമല്ല, അവിടെ ഒരു ആധ്യാത്മിക പഠനം അവിടെ നടക്കുകയാണ്. ഒരു അധ്യയനം കൂടെ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ. നോക്കി എങ്ങനെയാണ് ഒരു നാടക ജീവിതം ഈശ്വരോന്മുഖമായി തീരുന്നത് എന്ന് കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഒരു നാടക ജീവിതം എങ്ങനെയാണ് ഈശ്വരോന്മുഖമായി തീരുന്നത്, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, നമ്മൾ നടത്തുന്ന ഏത് പ്രവർത്തനത്തെയും നമുക്കത് ഈശ്വരോന്മുഖമാക്കി മാറ്റാം. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു വഴിയായി മാറ്റാൻ വളരെ എളുപ്പമാണ്.
നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. വെറുതെ ധ്യാനിക്കാൻ പോവുകയോ വലിയ ജപ സാധനകൾ നടത്തുകയോ രാവിലെ ക്ഷേത്രത്തിൽ പോയി കുറേ വലത്ത് വെക്കുകയോ തൊഴുകയോ മന്ത്രം ജപിക്കുക, ഇതൊന്നും ആവശ്യമില്ല. ആവശ്യമില്ല വെച്ചാൽ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമൊന്നല്ല പറഞ്ഞത്. അതേപോലെ തന്നെ അതൊക്കെ ജപസാധനകളൊക്കെ നല്ലത് തന്നെ ചെയ്യണം. എങ്കിലും അത് മാത്രമായി പോകരുത്. അതായത് ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ ഒരാൾ ക്ഷേത്രത്തിൽ പോകുന്നു, ജപസാധനകൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ തൻ്റെ പ്രവൃത്തിയെ ഒരിക്കലും ഈശ്വരോന്മുഖമാകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് ഒരു ഡോക്ടറുമായിട്ട്, ഡോക്ടർ സോമശേഖരക്കുറുപ്പ് സാർ, അദ്ദേഹവുമായിട്ട് ഇത് യാദൃച്ഛികമായിട്ട് ഒന്ന് സംസാരിക്കാൻ ഇട വന്നപ്പോൾ അദ്ദേഹവും ഈ ഒരു ഭാഗം പറഞ്ഞു. ഡോക്ടർ സോമശേഖരക്കുറുപ്പ് സാറ് ചങ്ങനാശ്ശേരിയിൽ ആണ്, നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ 100% ഈശ്വര സാക്ഷാത്കാരം, പ്രത്യേകിച്ച് ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ഭഗവാനിലേക്കുള്ള ഒരു സമർപ്പണം എന്നുള്ള നിലയിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന രീതിയും ഒക്കെ അതാണ്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നു. ബലൂർ മഠത്തിലൊക്കെ ഉണ്ടായിരുന്ന കഥയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ശിശുവിഹാർ, അങ്ങനെ അവിടെയൊക്കെ ഡോക്ടറായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ ഈശ്വരോന്മുഖമായ ഒരുപാട് സേവനങ്ങൾ ഭഗവാന്റെ ആ സന്നിധാനത്തിൽ തന്നെ ചെയ്തിട്ടുള്ള വലിയൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യം പറയും. നമ്മൾ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ അഹന്ത നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളുടെ ചിന്ത, അതെൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതാണ്, എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണ്. എന്നാൽ അത് ഞാൻ അധ്വാനിച്ചു, അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടി പ്രയത്നിച്ചു, അങ്ങനെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പഠിച്ച് എടുത്തതാണ് ആ പ്രൊഫഷനിലുള്ള എൻ്റെ വിജയം. അതാണ് ധാരണ. അതേസമയം ഈശ്വര ദർശനവും അല്ലെങ്കിൽ ജപസാധനമൊക്കെ വേറെ വഴി ചെയ്യുന്നുമുണ്ട്. ഇത് രണ്ടായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ജപസാധനയും ഈശ്വര ഭക്തിയും ജപസാധനയും ഒക്കെ ഒരു വശത്ത്, പ്രൊഫഷൻ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു വശത്ത്. അത് എൻ്റെ സ്വന്തം കാര്യം, അത് എൻ്റെ സ്വന്തം കഴിവ്. എന്നിട്ട് ജപസാധന വേറൊരു വശത്ത്. ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. തമ്മിലൊരു ബന്ധമുണ്ടാകുന്നിടത്താണ് തങ്ങളുടെ പ്രൊഫഷൻ ഏറ്റവും മികച്ചതാകുന്നത്. കാരണം തങ്ങൾ പ്രവർത്തിക്കുന്ന ആ മേഖല, ഏത് മേഖലയിലായാലും ശരി, ആ മേഖലയെ എങ്ങനെ ഈശ്വരോന്മുഖമാക്കാം, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ആ മേഖലയെ എങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ ഈശ്വരോന്മുഖമായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ ഈശ്വരോന്മുഖമായി ഉപയോഗിക്കുന്നു വെച്ചാൽ നമ്മൾ വലിയ സേവനം നടത്തുന്നു, നമ്മൾ വലിയ ഔദാര്യം ചെയ്യുന്നു എന്നുള്ള ഭാവമല്ല അവിടെ. നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ പ്രൊഫഷൻ. ഇങ്ങനൊരു പ്രൊഫഷനിൽ ഞാൻ എത്താൻ കഴിഞ്ഞത്, ഞാനൊരു ഡോക്ടറാകട്ടെ, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ, IAS ഉദ്യോഗസ്ഥനാകട്ടെ, ഭരണാധികാരിയാകട്ടെ, മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, ആരുമാകട്ടെ, പോലീസ് ഓഫീസറാകട്ടെ, ആരുമാകട്ടെ, വേണ്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാകട്ടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇതാകട്ടെ എന്നൊക്കെ ഉള്ള ഓരോ തലത്തിൽ, അങ്ങനെ ഓരോ തലത്തിൽ അങ്ങനെയുള്ള പല ആളുകളും അവരുടെ പ്രൊഫഷനിൽ ഇരുന്നു കൊണ്ട്, അവരുടെ ജോലി സ്ഥലത്തിരുന്നു കൊണ്ട് അവർ ഒരുപാട് ഈശ്വര സാക്ഷാത്കാരത്തിന് സഹായകമാകുന്ന പ്രവൃത്തികൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ സഹജീവിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ഇത് ഈശ്വര സാക്ഷാത്കാരമാകുന്നത്. അതാണല്ലോ സ്വാമിജി പറഞ്ഞത്, നിങ്ങൾ വഴിയിലുള്ള കപ്പലണ്ടിത്തട്ട് നടത്തുന്ന ആളിലും ഭഗവാനെ കണ്ട് അത് ഈശ്വരനാണെന്ന് കണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയിലേക്ക് എത്തുന്നുള്ളൂ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പം നമ്മുടെ ഓരോ
പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ഓരോ തലത്തിലുള്ളവർക്ക് എങ്ങനെ ഈശ്വരോന്മുഖമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ നമ്മളത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വലിയ സാധകനായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഈ ഇവിടെ എന്താണ് ബ്രഹ്മാൻ സ്വാമികൾ അപരീഷനോട് പറഞ്ഞതും അതാണ്. അപ്പോൾ ഒരു നാടകം എഴുതൂ എന്ന് പറഞ്ഞത് വെറുതെ ഒരു നാടകം അവതരിപ്പിച്ച് കുറേ പണം ഉണ്ടാക്കാൻ, ആ നാടകം വിജയിപ്പിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ആ നാടകം എങ്ങനെ എഴുതണം എന്നുള്ളതെടുത്ത് ആ എഴുതാൻ ആരംഭിക്കുന്നിടത്ത് ഈശ്വര ആ സാധന ആരംഭിച്ചു എഴുതാമെന്നിടത്ത്. അത് ശാരദാൻ സ്വാമിയാണ് ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ പിന്നെ കൃത്യമായല്ലോ, ശാരദാൻ സ്വാമികളെ ഏൽപ്പിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് ചെയ്യുമെന്നറിയാം. അപ്പോൾ ശാരദാൻ സ്വാമികളുടെ അടുത്ത് വന്നിരുന്ന് ആ നാടകം രാമാനുജ എടുത്തിരിക്കുന്ന ശാരദാൻ സ്വാമികളുടെ അടുത്ത് വന്നിരുന്നാണിത് ചൊല്ലുന്നതും നോട്ട് കുറിക്കുന്നതും. എഴുതിയതോ രാമകൃഷ്ണൻ സ്വാമി, നിർദ്ദേശിച്ചതോ ബ്രഹ്മാൻ സ്വാമി. 3 ശ്രീരാമകൃഷ്ണ പരമ്പരയിലെ 3 മഹത് സന്യാസിമാരുടെ സമ്മേളനത്തിലാണ് ഈ നാടകത്തിൻ്റെ രൂപീകരണം ആരംഭിക്കുന്നത്. എത്ര ഗംഭീരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു. സംഭവിച്ചതെന്താണ്? എന്നിട്ട് അതിനെ എത്രമാത്രം ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയോഗിക്കാമോ എന്നുള്ളതും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി. എങ്ങനെ ഉൾപ്പെടുത്തി? ഈ നാടകത്തിൽ ഗാനങ്ങൾ വേണം. സാധാരണഗതിയിൽ ആരെങ്കിലും കൊണ്ട് ഗാനങ്ങളൊക്കെ എഴുതിക്കും, അങ്ങനെയാണ് പതിവ്. ഇവിടെ അതല്ല, ശ്രീരാമ കീർത്തനങ്ങളാണ് ഈ നാടകത്തിൽ ഉൾപ്പെടുത്തിയത്. അതും ശാരദാൻ സ്വാമിയാണ് നിർദ്ദേശിച്ചത്. ഇതിനകത്തെ നാടകത്തിലെ ഗാനങ്ങളെല്ലാം ശ്രീരാമ കീർത്തനങ്ങളാണ്, ശ്രീരാമസ്വാമിയുടെ കീർത്തനങ്ങളായിരിക്കണം. അങ്ങനെ ശ്രീരാമ കീർത്തനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇനിയും അത് വീണ്ടും എങ്ങനെ കുറേ കൂടെ ഗംഭീരമാകുന്നു. ഈ കീർത്തനങ്ങൾ നാടകത്തിന് വേണ്ടി സംഗീതം ചെയ്തത് സ്വാമി അംബികാനന്ദയാണ്. അപ്പോൾ നോക്കൂ, ഓരോ ഘട്ടത്തിൽ ഓരോരോ ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു നാടകം നിർദ്ദേശിക്കുന്നത് ബ്രഹ്മാൻ സ്വാമി, ആ നാടകത്തിന് ആധാരമായ പുസ്തകം രാമകൃഷ്ണൻ സ്വാമി, നാടകം ചിട്ടപ്പെടുത്തുന്നതിന് കേട്ട് അതിനുവേണ്ട ഡയറക്ഷൻ കൊടുക്കുന്നത് ശാരദാൻ സ്വാമി, ആ നാടകത്തിലെ ഗാനങ്ങൾ സംഗീതം ശ്രീരാമ കീർത്തനങ്ങൾക്ക് സംഗീതം നൽകുന്നത് അംബികാനന്ദ സ്വാമി. പിന്നെ ഇതിൽ പറയാൻ എന്ത് വേണം? അപരീഷിൻ്റെ ജീവിതം പൂർണ്ണമായും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസിമാരോടൊപ്പമായി. ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ ആ അപരീഷിന് കിട്ടാനുണ്ടോ? അപരീഷിൻ്റെ ജീവിതം പൂർണ്ണമായും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസിമാരോടൊപ്പമായി എന്ന് ഈ സന്ദർഭങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഒടുവിൽ ഈ 1916 തന്നെ ആ വർഷം തന്നെ നാടകം അരങ്ങേറി. അല്ലാതെ അത് ദീർഘകാലം ഇതിൻ്റെ പഠനവും കൊണ്ട് നടന്നൊന്നുമില്ല. 1916 നേരത്തെ നമ്മളത് ആ വർഷം പറഞ്ഞതാണ്. 1916 തന്നെ ആ നാടകം അരങ്ങേറി. നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം രാമാനുജാചാര്യയുടെ റോളിൽ താരസുന്ദരി ദാസിയാണ് അഭിനയിച്ചത്. കഴിഞ്ഞ നാടകത്തിൽ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ താരസുന്ദരി ദാസിയാണ് നാടകങ്ങളുടെ എല്ലാം സെൻട്രൽ ക്യാരക്ടറിലേക്ക് വരിക. കാര്യം അവരാണ് ഏറ്റവും പ്രശസ്തയായ അന്നത്തെ നടി. അപ്പം അവരാണുള്ള സൂപ്പർ ഹീറോ. അപ്പം അന്ന് ഹീറോ എന്നുള്ള നിലയിലാണ്, ഹീറോയിൻ എന്നുമില്ല, ഹീറോ തന്നെയാണ് അവർ. കാരണം ഇതിലെ കേന്ദ്ര കഥാപാത്രമായ രാമാനുജാചാര്യയുടെ റോളിൽ വരുന്നത് താരസുന്ദരി ദാസിയാണ്. ഇപ്പം നേരത്തെ ഗിരീഷ് ചന്ദ്രഘോഷ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാടകം അരങ്ങേറിയപ്പോൾ അതിനകത്ത് ചൈതന്യ മഹാപ്രഭുവായിട്ട് അഭിനയിച്ച സെൻട്രൽ ക്യാരക്ടറായിട്ട് വന്നത് വിനോദിനി ദാസിയായിരുന്നു. വിനോദിനി ദാസിയുടെ കഥയിൽ നമ്മളത് പറഞ്ഞു, വിനോദിനി ദാസിയാണ്. അപ്പോൾ വിനോദിനി ദാസി ചൈതന്യ മഹാപ്രഭുവിൻ്റെ റോളിൽ വന്ന് അഭിനയിച്ചപ്പോൾ അന്നത് കാണാൻ വന്ന ശ്രീരാമകൃഷ്ണദേവൻ സ്റ്റാർ തിയേറ്ററിൽ വെച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 1916 ആയപ്പോൾ എന്താണ് സംഭവിച്ചത്?
രാമാനുജാചാര്യയുടെ റോളിൽ താരസുന്ദരി ദാസി അഭിനയിക്കുന്നു. ഇവിടെ നാടകം കാണാൻ വന്നത് ബ്രഹ്മാനന്ദസ്വാമി. വിനോദിനിക്ക് മുന്നിൽ 1883 ശ്രീരാമകൃഷ്ണദേവൻ വിനോദിനി ദാസി അഭിനയിച്ച ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചൈതന്യലീല എന്ന നാടകം കാണാൻ പോയത്, അനുഗ്രഹിച്ചത് 1883. ഇത് 1916, അതായത് 33 വർഷങ്ങൾക്ക് ശേഷം അതേ സ്റ്റാർ തിയേറ്ററിൻ്റെ സ്റ്റേജിൽ ഇവിടെ ബ്രഹ്മാനന്ദ സ്വാമി ഇവരെ, നമ്മുടെ താരസുന്ദരി ദാസിയെ അനുഗ്രഹിക്കാനായിട്ട് 33 വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ അതേ സാഹചര്യം വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുകയാണ് സ്റ്റാർ തിയേറ്ററിൻ്റെ അരങ്ങിൽ. ബ്രഹ്മാനന്ദ സ്വാമി ആ സ്റ്റേജിലെത്തി താരസുന്ദരി ദാസിയെ അനുഗ്രഹിക്കുന്നു. താരസുന്ദരി ദാസിയും മറ്റ് സഹപ്രവർത്തകരുമെല്ലാം ബ്രഹ്മാനന്ദ സ്വാമിയുടെ കാലിൽ വീണ് നമസ്കരിക്കുന്നു. നാടക തിയേറ്റർ വെറും ഒരു പ്രദർശനശാലയാക്കരുത് എന്ന കാഴ്ചപ്പാടാണ് ബ്രഹ്മാനന്ദ സ്വാമി നൽകിയത്. ബ്രഹ്മാനന്ദ സ്വാമി അവിടെ കൊണ്ടും വിട്ടില്ല, ആ നാടകം അവതരിപ്പിച്ചതുകൊണ്ടും വിട്ടില്ല. ബ്രഹ്മാനന്ദ സ്വാമി ആ നാടക മേഖലയെ, ആ നാടക പ്രവർത്തകരെ മുഴുവൻ ശരിക്കും ഈശ്വരൻ്റെ പാതയിൽ, ഈശ്വരോന്മുഖമായ പാതയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ബ്രഹ്മാനന്ദ സ്വാമി ആ നാടക തിയേറ്റർ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ഇത് വെറും ഒരു പ്രദർശനശാലയാക്കരുത്. വെറുതെ ഒരു നാടകം അവതരിപ്പിക്കുന്നു, ടിക്കറ്റ് കൊടുക്കുന്നു, ആൾ കയറുന്നു, അങ്ങനെയല്ല. ഇതൊരു പ്രദർശനശാലയാകും. മറിച്ച് എങ്ങനെ ഒരു ഭാരതീയ ദർശനങ്ങളുടെ പഠന കേന്ദ്രമാക്കാമെന്ന് ചിന്തിക്കണമെന്ന് ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞു. അതാണ്, വെറുതെ ഒരു നാടകശാലയല്ല ഇത് ഭാരതീയ ദർശനങ്ങളുടെ ഒരു പഠന കേന്ദ്രം എങ്ങനെയാക്കാമെന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല ബ്രഹ്മാനന്ദ സ്വാമി ഇടയ്ക്കിടയ്ക്കൊക്കെ ആ നാടക തിയേറ്റർ അംഗങ്ങളെ കാണുന്നു, അവർ ബ്രഹ്മാനന്ദ സ്വാമിയെ കാണുന്നു. അങ്ങനെ ആ ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ തിയേറ്ററിലെ അംഗങ്ങളുടെ ആധ്യാത്മിക ഉന്നതിക്കായിട്ടാണ് ബ്രഹ്മാനന്ദ സ്വാമി ലക്ഷ്യമിട്ടത്. അതോടെ താരയും അപരേഷും ബ്രഹ്മാനന്ദ സ്വാമിയുടെ സമ്പൂർണ്ണ ശിഷ്യരായി മാറി. പരിപൂർണമായും ബ്രഹ്മാനന്ദ സ്വാമിയിൽ അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി ഈ രണ്ടുപേരും, താരയും അപരേഷും. നാടകവേദി താരസുന്ദരി ദാസിക്ക് അതോടുകൂടി ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എന്താണ് മാറ്റങ്ങൾ? നാടകവേദിയിൽ രാജകീയ വേഷം ധരിക്കുന്ന താര. നാടകവേദിയിൽ പല നാടകങ്ങളിൽ പല വേഷങ്ങളിലാണ് വരുന്നത്, എല്ലാത്തിൻ്റെയും സെൻട്രൽ ക്യാരക്ടറാണ്. അപ്പം അന്നത്തെ നാടകങ്ങളുടെ ഒരു പ്രത്യേകത, വളരെ ആടയാഭരണങ്ങളും കിരീടവും ഒക്കെ വെച്ച ഗംഭീര വേഷങ്ങളാണ് പ്രധാന കഥാപാത്രത്തിന്. മിക്കവാറും എല്ലാം രാജകീയ വേഷങ്ങൾ, രാജാ പാർട്ട് എന്ന് പറയുന്ന പോലെ. അപ്പം നാടകവേദിയിൽ രാജകീയ വേഷം ധരിക്കുന്ന താര സാധാരണ ബംഗാൾ കോട്ടൺ സാരിയാണ് വീട്ടിൽ വന്നാൽ ധരിക്കുക. അതാണ് ആ വ്യത്യാസം. മുമ്പ് അങ്ങനെയായിരുന്നില്ല, വീട്ടിലും വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, കാര്യം അവരതിനുള്ള വലിയ പ്രശസ്തയായ നടിയാണ്, താരമാണ് അവർ. ഇന്നത്തെ അവസ്ഥയിൽ നോക്കിയാൽ ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ നിലയ്ക്കാണ് അവരുടെ വേഷഭൂഷാദികൾ എപ്പോഴും. പക്ഷേ ഇതോടുകൂടി ഈ ബ്രഹ്മാനന്ദ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ഒരു വഴിയിൽ എത്തിയതോടുകൂടി, ആധ്യാത്മിക ജീവിതത്തെ ബോധ്യപ്പെട്ടപ്പോൾ, അവർ വീട്ടിൽ ആ സ്റ്റേജിൽ നിന്ന് താഴോട്ടിറങ്ങിയാൽ പിന്നെ അവർ ധരിക്കുന്നത് സാധാരണ ബംഗാൾ കോട്ടൺ സാരിയാണ്. ബംഗാളിൽ സ്ത്രീകൾ ധാരാളമായി ബംഗാൾ കോട്ടൺ സാരി, അതവിടുത്തെ ഒരു പ്രൗഢിയുടെ, വളരെ അഭിമാനത്തോടു കൂടി ബംഗാളിൽ സ്ത്രീകൾ ധരിക്കുന്നത് കാണും. മിക്കവാറും ചിലപ്പോൾ ചുമന്ന ബോർഡറുള്ള വെള്ള സാരി ആയിരിക്കും. അതൊരു പ്രത്യേകതയാണ്. അത് ബംഗാൾ കാളിമാതാവിന് ചിലപ്പോൾ ധരിപ്പിക്കുന്നത് ഇത്തരം ബോർഡർ, ചുവന്ന ബോർഡറും വെള്ള സാരി വളരെ മനോഹരമാണ്. അത് ഒരു ബംഗാൾ കൾച്ചറിൻ്റെ, ബംഗാളിലെ സ്ത്രീകൾ അത് ധരിച്ച് അങ്ങനെ തലയിൽ കൂടെ അതിൻ്റെ സാരിയുടെ തുമ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ചിത്രം അത് കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. ഒരു അഗ്നിജ്വാല പോലെ നമ്മളെ ബോധ്യപ്പെടുത്തും. അത്രമാണ്.
അപ്പം അത് വളരെ ഫേമസ് ആണ്. അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറയാം, ബംഗാളിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ്. ഇപ്പം നമ്മളിവിടെ ട്രഡീഷണൽ ഡ്രസ്സായിട്ട് ഓണത്തിനൊക്കെ മുണ്ടും സെറ്റ് മുണ്ടൊക്കെ, പച്ച സെറ്റ് മുണ്ടും പച്ച ബ്ലൗസും ഒക്കെ സ്ത്രീകൾ ധരിക്കുന്ന പോലെ അവിടെ റെഡ് ബോർഡറുള്ള വെള്ള സാരി, ചുവന്ന ബ്ലൗസ് ഇതൊക്കെ ധരിച്ചിട്ട്, ചുവന്ന കുങ്കുമമൊക്കെ ധരിച്ച് ഒരു കാളിമാതാവിൻ്റെ ഒരു കാളിമാതാവിൻ്റെ ഒരു രൂപഘടനയായിട്ടാണ് അവിടുത്തെ സ്ത്രീകളത് ധരിക്കുന്നത്. ഇനി ഇതൊക്കെ ഇങ്ങനെയാണ് താരസുന്ദരി ദാസിയുടെ സാധാരണഗതിയിലുള്ള വസ്ത്രം. പിന്നെ കിടക്കുന്നതോ, നേരത്തെ നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ സൗകര്യത്തിൽ ജീവിച്ച അവർ പിന്നീട് അതൊക്കെ എടുത്ത് മുറിയിൽ നിന്ന് മാറ്റിയിട്ട് കിടക്കുന്നത് വെറുതെ ഒരു ഷീറ്റ് തറയിൽ വിരിച്ചിട്ട് അതിലാണ് കിടക്കുക. ഒരു ഷീറ്റ് വിരിച്ചാണ് കിടക്കുക. അങ്ങനെ പരിപൂർണമായി സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്ന ആളായി മാറി. സസ്യാഹാരം മാത്രം ഭക്ഷണമാക്കി. അപ്പോൾ ആ തരത്തിൽ അവരുടെ ജീവിതത്തെ അവർ അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതാണ് താരസുന്ദരി ദാസിയിലുണ്ടായ ആ ഒരു പ്രകടമായ മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതാണ് ആ പ്രകടമായ മാറ്റമുണ്ടായത്. വീണ്ടും അവരുടെ ജീവിതം വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ ഈശ്വരോന്മുഖമായിട്ട് ശ്രീരാമകൃഷ്ണ ആ ഭഗവാന്റെ ആ ഭക്തി നിർഭരമായ ഒരു ജീവിത ശൈലിയിലേക്ക് താരസുന്ദരി ദാസി വീണ്ടും മാറുന്നതിൻ്റെ വളരെ ഗംഭീരമായ കുറേ കാര്യങ്ങൾ കൂടെ ഇനി പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ഇതിലായിട്ട് പറയാം, അടുത്ത ഭാഗമായിട്ട് പറയാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.